ഈ പിതൃബലിയൊക്കെ ഇടുന്നതിന്റെ സങ്കല്പം. ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റാണ്ടായി പോയ കാര്യങ്ങൾ അതിന് പകരം നമ്മൾ അന്നം കൂട്ടുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സങ്കല്പം എന്ന് വെച്ചാൽ, ഈ പിതൃക്കൾക്കെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു മണ്ഡലമുണ്ട്, പിതൃമണ്ഡലം എന്ന് പറയും. നമുക്ക് 14 ലോകങ്ങളാണ് നമ്മൾ സങ്കല്പത്തിൽ. അതിൽ നമ്മൾ ഭൂലോകത്താണുള്ളത്. ഇനി ഭൂർലോകം, മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകം എന്ന് പറഞ്ഞ് മുകളിലേക്കും താഴേക്ക് അതലം, വിതലം, സുതലം, ഇതെല്ലാം എന്ന് വെച്ചാൽ മണ്ണിനടിയിലേക്കെന്നൊരു സങ്കല്പം അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ പ്ലസ് ഫ്രീക്വൻസികളും മൈനസ് ഫ്രീക്വൻസികളും വരുമല്ലോ. ഇതെല്ലാം തന്നെ ഡയമെൻഷൻസ് ആണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ വരെ നമുക്ക് കാണാം മനുഷ്യർക്ക്. XYZ ആക്സിസിൽ നമുക്ക് 3 ഡയമെൻഷനുള്ളൊരു വസ്തുവിനെ, ഇപ്പോൾ ഈ ഒരു ക്യാമറ ഞാൻ ഈ കാണുന്നത്, അതിൻ്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് അതിനെ അനലൈസ് ചെയ്തിട്ടാണ്. ഇതിന് 4മതൊരു ഡയമെൻഷൻ ഉണ്ടെങ്കിലോ എനിക്കത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അത്തരത്തിലൊരു ഡയമെൻഷണൽ ചേഞ്ചാണ് പിതൃക്കൾക്ക് സംഭവിക്കുക. ഞാൻ പറഞ്ഞു മനസ്സിലായി. മരണത്തോടുകൂടി സംഭവിക്കുന്നത് നമുക്ക് കാണാണ്ടായി പോവാണ്. ശരിക്കും ഇല്ലാണ്ടാവുന്നില്ല, ഫ്രീക്വൻസി മാറിപ്പോവുക. പറഞ്ഞു മനസ്സിലായോ? അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള മന്ത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആ ലോകത്തെ നമുക്ക് സ്വാധീനിക്കാവുന്ന രീതിയിലുള്ള ഒരു കർമ്മത്തെ ആചാര്യന്മാർ തീരുമാനിച്ചിരിക്കുന്നു. വളരെ ലളിതം. അത് ചെയ്യുക. അതിന് മുകളിലൊരു പദ്ധതി നമുക്ക് അറിയാമെങ്കിൽ ഇത് ആവശ്യമില്ല. സത്യലോകത്തേക്ക് നേരിട്ട് എത്തിക്കാൻ എനിക്ക് ശേഷിയുണ്ടെങ്കിൽ എനിക്കിതൊന്നും പ്രശ്നമല്ല. പിന്നെ ഗായത്രി ജപമൊന്നും വേണമെന്നില്ല. പക്ഷെ അതിന് ശേഷിയുള്ളവർ എത്ര പേരുണ്ടോ, അവിടെയാണ് പ്രശ്നം. മരണാനന്തര കർമ്മങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? സ്വാഭാവികമായിട്ട് ഒരാൾ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരം ദഹിപ്പിക്കുകയോ ലീക്കായി പോവോ, അതിലൊക്കെ അതിൽ 9 പ്രാണന്മാർ മരണത്തോടുകൂടി തന്നെ സ്വതന്ത്രമാവുകയും 10ാമത്തെ പ്രാണനായിട്ടുള്ള ധനഞ്ജയൻ എന്ന് വിളിക്കാൻ കാരണം തനുഞ്ജയം എന്നുള്ള വാക്കിൽ നിന്നാണ്. തനു മീൻസ് ശരീരം, ജയം മീൻസ് ജയിക്കുക. ശരീരത്തെ കൂടി ജയിച്ചിട്ട് നിൽക്കുന്ന പ്രാണനാണ്. നട്ടല് പൊട്ടിയാൽ മാത്രമേ പുറത്തേക്ക് പോകുള്ളൂ. ഇതെല്ലാം എയർ പ്രഷറാണ്, കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതുകൂടി റിലീസാകുന്നതോട് കൂടിയിട്ട് പൂർണ്ണമായിട്ടുള്ള ബന്ധം ഈ സൂക്ഷ്മ ശരീരത്തിന് ഈ ശരീരമായിട്ട് വിട്ടുപോകും. അത് ഫ്രീ ആവും. ആ ഫ്രീ ആവുന്ന സമയത്ത് ഈ സൂക്ഷ്മ ശരീരം എവിടെ നിലനിൽക്കും? ഇതുമായി സമാനമായ ഫ്രീക്വൻസിയുള്ള സ്ഥലത്ത് നിൽക്കും. അത് ബന്ധുമിത്രാദികളിൽ അറ്റാച്ച്ഡ് ആവും. അപ്പോഴാണ് ഇവർക്ക് പുലവാലായ്മകൾ വരുന്നത്. ആ 16 ഈ സംസ്കാരക്രിയയിലൂടെ ഈ സൂക്ഷ്മ ശരീരത്തെ സംസ്കരിച്ച് ലയിപ്പിക്കുന്ന പരിപാടിയാണ് സംസ്കാരക്രിയകൾ. അതുവരേക്കും ഇവർ ആചരിക്കണം. പുല എന്ന് പറഞ്ഞാൽ ആചരണമാണ്, അശുദ്ധിയല്ല. നമ്മൾ ആചരിക്കേണ്ടതാണ്. നമുക്ക് നിർബന്ധമായിട്ടും നമുക്ക് അവരോട് ഉള്ളതിൻ്റെ പേരിൽ ആചരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പുലവാലായ്മ വരുന്നില്ലല്ലോ. വരുന്ന ബന്ധുക്കളാണ് ആചരിക്കേണ്ടത്. അപ്പോൾ ഈ 16 ദിവസത്തെ അല്ലെങ്കിൽ 13 ദിവസത്തെ സംസ്കാരക്രിയ കൊണ്ട് ഈ സൂക്ഷ്മ ശരീരത്തെ പ്രപഞ്ചബോധമായിട്ട് ലയിപ്പിക്കുകയാണ്. ഇതേ അവിടെ ചെയ്യാനുള്ളൂ. അതിനുവേണ്ടിയാണ് ഈ സംസ്കാരക്രിയകളൊക്കെ ചെയ്യുന്നത്. അതിൽ 10 ദിവസത്തെ പരിപാടി എന്ന് വെച്ചാൽ സഞ്ചയനം എന്നൊരു കർമ്മം വരുന്നത്, നമുക്ക് സഞ്ചയനം ഈ പിതൃക്രിയയായിട്ട് ശരിക്കും ബന്ധപ്പെട്ടൊരു വിഷയമല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദഹിപ്പിക്കുന്നവിടെയാണ്, മിക്കവാറും അവനവൻ്റെ പറമ്പിലായിരിക്കും. അപ്പോൾ ഒരു ശവം ദഹിപ്പിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ പറമ്പ് കൃഷിഭൂമിയിൽ നിന്ന് ശ്മശാന ഭൂമിയായിട്ട് മാറും. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഈ ശ്മശാന ഭൂമിയെ തിരികെ കൃഷിഭൂമിയാക്കുന്ന പരിപാടിയാണ് സഞ്ചയിക്കുക. അപ്പോൾ അതിനാണ് അസ്ഥിയെല്ലാം എടുത്ത് മാറ്റി നമ്മൾ അവിടെ വാഴയെല്ലാം വെച്ച് വീണ്ടും കൃഷിഭൂമിയാക്കി മാറ്റി. അതോടുകൂടിയിട്ട് അത് കഴിഞ്ഞു. അത് ശരിക്കും ഈ പിതൃക്കളുമായി ബന്ധപ്പെട്ടതല്ല. സഞ്ചയനം കഴിഞ്ഞ് ഈ 10 ദിവസത്തെ ബലികൾ ഇടുന്നതോടുകൂടി ഈ സൂക്ഷ്മ ശരീരത്തെ നമ്മൾ ഒരു ശരീരം, ഫിസിക്കലായിട്ടുള്ളൊരു ശരീരം പോലെ ഒരു ശരീരത്തെ കൽപ്പിച്ച് അതിൽ നിന്നാണ് പിന്നെ മുക്തിക്കുള്ള ക്രിയകൾ നമ്മൾ ചെയ്യുന്നത്. അതാണ് അടിയന്തര ക്രിയകൾ.